വെൽക്കം ടു മിനീസ് ടേസ്റ്റ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്വീറ്റാണ് വിത്ത് മാംഗോ സീസൺ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് മാംഗോ കൊണ്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കാം. പിന്നെ വിഷു വരുന്നുണ്ട്, അപ്പോൾ മധുരമായിട്ട് എന്തെങ്കിലും വേണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് 100 ഗ്രാം റൈസ്, ഒരു 3-4 മാംഗോ, 1 ലിറ്റർ പാലും എടുത്തിട്ടുണ്ട്. അത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാനതിപ്പോൾ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ അരി എടുത്തത് ബാസ്മതി റൈസാണ് ഞാൻ എടുത്തത്. അത് നന്നായിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് ആ റൈസ് നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഉണക്കണം. ഉണക്കി കഴിഞ്ഞിട്ട് നമുക്കത് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ചെറിയ ചെറിയ ഗുരുഗുരാന്ന റൈസ് നമുക്ക് അങ്ങനെ വേണം. ഓക്കെ, അപ്പം നമ്മുടെ റൈസ് ഇപ്പോൾ നന്നായിട്ട് ഞാൻ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് മിക്സിയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. ഫൈൻ പേസ്റ്റ് വേണ്ട, ഇങ്ങനെ ഒരു റൈസ് ചെറിയ ചെറിയ നമുക്ക് കാണാം, അങ്ങനെ വേണം. പിന്നെ ഞാൻ ഇച്ചിരി ബദാമും പിസ്ത ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇട്ടാൽ മതി, അതിൽ വേണ്ടെങ്കിൽ വേണ്ട കേട്ടോ. പിന്നെ നമ്മുടെ പാലിപ്പോൾ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പാല് 1 ലിറ്റർ പാലാണ്, ഫുൾ ഫാറ്റ് പാൽ. നന്നായിട്ട് ചൂടാവുക. പാല് ഞാൻ ചൂടാക്കുവാണ്. നന്നായിട്ടൊന്ന് ബോയിലാവുക. അത് ഇച്ചിരി കട്ടിയാക്കുവാണ്. എന്നാലും ഫുൾ ഫാറ്റാണ്. സ്റ്റിൽ ഞാൻ ഇച്ചിരി നേരം ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരും. മാങ്ങ കട്ട് ചെയ്തിട്ട് ബ്ലെൻഡറിൽ ഇട്ടിട്ടുണ്ട്. ഇത് 3 മാങ്ങയുണ്ട്. ഞാനിത് അരച്ചെടുക്കാൻ പോവാം. അതിനകത്ത് ഇച്ചിരി ഏലക്കപ്പൊടി ഇട്ടിട്ട് ഞാൻ അരയ്ക്കാൻ പോവാ. റൈസ് നമ്മൾ പാലിലിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ബോയിൽ ആവും. അത് നല്ല കട്ടിയായി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വേണ്ട, ലിക്വിഡായിട്ട് വേണ്ട, ഒരു സെമി സോളിഡ് ആവുമ്പോൾ അത് നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ മാംഗോ പൾപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് റൈസ് ഒന്നും റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ റൈസിൽ കട്ടിയായിട്ടുണ്ട്, നല്ല കട്ടിയായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇപ്പം മാങ്ങ വേണം. മാങ്ങ പൾപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ മാങ്ങ പൾപ്പും ഇട്ടിട്ടുണ്ട്, അതിടാൻ പോകാം. പിന്നെ നമുക്ക് ഒരു പിഞ്ച് ഞാൻ ഉപ്പും ഇട്ടിട്ടുണ്ട്. അപ്പം അല്ലെങ്കിൽ ഒത്തിരി മധുരം പോലെ തോന്നണ്ടല്ലോ. മാങ്ങ മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊരു ചൂടിൽ നന്നായിട്ട് മിക്സ് ആയി കിട്ടും. ഇതിപ്പോൾ നന്നായി ഇച്ചിരി തണുത്ത് എടുക്കാം. നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ മാംഗോ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്നുണ്ടാക്കി ട്രൈ ചെയ്യൂ. ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. പിന്നെ മാംഗോ സീസൺ ആണെങ്കിൽ മാംഗോ നന്നായിട്ട് പെട്ടെന്ന് കിട്ടും, ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ഫ്രോം മിനീസ് ടേസ്റ്റ് വേൾഡ്. താങ്ക് യു സോ മച്ച്.